അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ ദോശയുടെ മണം അത് നമ്മുടെ കേരളത്തിന്റെ ഒരു തനിതായ മണം. ചൂടോടെ എടുത്ത് കഴിക്കാൻ വന്നാണെന്ന് പറഞ്ഞാ പോയടെ. ഇവിടെ അവക്ക് പിന്നെ രാവിലെ ട്യൂഷന് പോയല്ലേ പറ്റൂ. നിനക്ക് പോകണ്ടേ ട്യൂഷനൊന്നും? ഞാൻ ഉച്ചയ്ക്ക് ശേഷമല്ലേ പോകുന്നുള്ളൂ. ദോശയും കറി എന്തിന്? കറി സാമ്പാർ പൊളിച്ച്. എടമ്മ 2 ദോശ. ആ പൊടിമീശക്കാരൻ രാവിലെ ഹാജരായ ചേച്ചി കറക്റ്റ് സമയത്തിന് അളവിനുള്ള ഭക്ഷണം, അതാണ് എൻ്റെ ആരോഗ്യത്തിന്റെയും ബുദ്ധിയുടെയും രഹസ്യം. കറക്റ്റ് സമയത്തിന് അളവറ്റ ഭക്ഷണം, അതാണ് കറക്റ്റ്. കളിക്കല്ലേ? അമ്മ അച്ഛൻ എവിടെ പോയമ്മ? അച്ഛൻ വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് പോയി. ഏതോ ജോലിക്കാരെ സൈറ്റിലെത്തിക്കണമെന്നും പറഞ്ഞിട്ട് 10:30 എത്തും. ഓട്ടത്തോട് ഓട്ടം തന്നെ അല്ലേ അമ്മ? ഓടേണ്ട സമയത്ത് ഓടിയില്ലെങ്കിലേ അവസാന നിമിഷം ഓടേണ്ടി വരുമെന്ന് പറയണതാ ഇതാണ്. അമ്മ ശരിക്കും പറഞ്ഞ ഈ സമയത്ത് റെസ്റ്റ് എടുക്കുന്ന ഭയങ്കര വലിയ പ്രശ്നമ്മ. അവിടെ സിദ്ധുവിന്റെ അച്ഛനെ റിട്ടയർ ആയതിനു ശേഷം 2-3 വർഷമൊക്കെ ജോലിക്ക് പോയായിരുന്നു. അത് കഴിഞ്ഞ് ജോലി നിർത്തി ഇപ്പൊ ഓരോ അസുഖങ്ങളൊക്കെ തലമുക്കി തുടങ്ങുകയും ചെയ്തു. അളയെ ഒന്ന് നാട്ടിൽ വന്നിട്ട് വേണം അടിച്ചു പൊളിക്ക്. സിദ്ധു അവിടെ നിന്ന് വരുന്നത് നിന്നെ കൂടെ അടിച്ചു പൊളിക്കാനാണല്ലോ. പോടേക്ക കൊറേ ആയല്ലോ കുഴിപ്പള്ളത്ത് പോയി നിന്നിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ. പോകുന്നല്ലേ ഉള്ളൂ, നിക്കണില്ലല്ലോ. ഇനി എന്തായാലും കുറച്ച് ദിവസം അടുപ്പിച്ച് അവിടെ നിക്കണം എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് പോവും. പക്ഷേ പോവില്ല, അല്ല അവിടെ നിൽക്കൂല, ഇവിടെ തന്നെ പിന്നെയും വരും. എടാ അതെന്താന്ന് വെച്ചാലേ അവിടെ ഒരു ദിവസം നിൽക്കുമ്പോ തന്നെ ബോറടിച്ചു തുടങ്ങൂടാ. അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. എനിക്കൊക്കെ കുറച്ച് ഒച്ചപ്പാടും ബഹളവും ഒക്കെ വേണം. അതാണ് ലച്ചുന് കുറച്ച് അടിയും പിടിയും സ്റ്റണ്ടൊക്കെ വേണം. എന്നാൽ മാത്രമേ ലച്ചുന് നിൽക്കാൻ പറ്റുള്ളൂ. സ്റ്റണ്ട് ഇല്ലെങ്കിൽ അവള് സ്റ്റണ്ട് ഉണ്ടാക്കിക്കോളും. അതല്ല അമ്മ പറഞ്ഞേ, അവിടെ പോയി നിന്നാൽ ഒരു മൊത്തത്തിലൊരു വൈബ് വേണം. അതാണ്. രാവിലെ തന്നെ ഭയങ്കര മൂഡിലാണെന്ന് തോന്നുന്നു. അതെ കണ്ടാമ്മ ഈ സാധനം എന്റെ പുറകെ കൂടിയേക്കാണ് എന്നെ തളർത്താൻ വേണ്ടിട്ട്. സാധനം വിളിച്ചാ സഹിച്ചോ. ചേട്ടനാണ് ചേച്ചിയാണെന്ന് നോക്കാതെ ഇടക്കിടയ്ക്ക് അവർക്ക് അങ്ങോട്ട് കൊടുക്കാറില്ലേ? ഇതാണ് കൊഴുത്ത കൊല്ലത്തും കിട്ടുമെന്ന്. പൊള്ളണ്ട മാറിക്ക കൊണ്ട്. അമ്മ ഞാനേ ഈ ശനിയാഴ്ച ഓഫീസ് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വരില്ല. വേറെ വീടുണ്ടോ പോവാൻ? അമ്മ തമാശ പറയല്ലേ, സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വരുമല്ലേ? അയ്യോ സീരിയസ് ആയിട്ടായിരുന്നോ കുഞ്ഞ് പറയാൻ വന്നത്? എന്നാ പറ ചെല്ലി. ശനിയാഴ്ച ഞാനും നമ്മുടെ സുരേഷ് ഏട്ടനും ഓഫീസിലെ പിന്നെ കാർത്തിക് ആരെയും കൂടി സുരേഷ് ഏട്ടൻ്റെ കുടുംബ വീട് വരുന്നുണ്ട് മൂവാറ്റുപുഴയില. അപ്പൊ അവിടെ പോയി ഒരു ദിവസം നിന്ന് സ്റ്റേ ചെയ്ത് അടിച്ചു പൊളിച്ച്, അതായത് അടുത്ത ഞായറാഴ്ച നേരെ നമ്മുടെ സുരേഷ് ഏട്ടന് കുറച്ച് ബന്ധുക്കളുടെ അടുത്ത് പോകും. അവിടെ പോയി നിന്ന് രാത്രി കസിന്റെ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം തിങ്കളാഴ്ച ഓഫീസിൽ പോയിട്ട് വീട്ടിൽ വരുള്ളൂ. സുരേഷ് ഏട്ടന്റെ കസിന്റെ വീട്ടിൽ. എന്നിട്ട് പിറ്റേ ദിവസം തിങ്കളാഴ്ച ഓഫീസിലേക്ക് പോകും. ഇങ്ങോട്ട് വരില്ല. ഭയങ്കര പ്ലാനിങ് ആണ്ട്ടാ. പിന്നെ സുരേഷ് ഏട്ടന്റെ കസിന്റെ വീട്ടില് മീൻ കൃഷി ഉണ്ട്. ക്യാഷ് ചൂണ്ടിയിട്ട് നല്ല പെടക്കണ മീനെടുത്ത്. ചേട്ടന് പോണെങ്കിൽ ചേട്ടൻ പോ, അവിടെ എന്തോന്ന് വെച്ചാൽ ഉണ്ടായി കൈ. വെറുതെ ഇങ്ങനെ ബാക്കിയുള്ളവനെ പറഞ്ഞ് കൊതിപ്പേണ്ട കാര്യം എന്തിന്? ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ അറിയാല്ല പ്രകൃതിദത്തമായി നടക്കുന്നൊരു കാര്യമുണ്ട്. പ്രകൃതത്തായിട്ട് നടക്കുന്ന എന്തുവാ കാര്യം? എന്തുവാ കാര്യം? എന്ത് ചേട്ടൻ ഇപ്പൊ അവിടെ പോകുന്നു, സുരേഷന്റെ കസിന്റെ വീട്ടിൽ പോകുന്നു. കസിനൊരു വയറിളക്കം പോട്ട്, കസിന്റെ വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വയറിളക്കം അല്ലെങ്കിൽ ഒരു വൈറൽ ഫീവർ വരാമല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ അടുത്ത ബന്ധു കിടപ്പില്ല അവര് അമ്മൂമ്മ ടക്കനെ തട്ടിപ്പോകുന്നു. ഇതൊക്കെ നാച്ചുറലായിട്ട് നടക്കാവുന്ന കാര്യങ്ങളാണ്. ഇതാണ് ചേട്ടാ നടക്കാൻ. അവൻ എന്തൊക്കെയാ പറയണത്? അവന് സഹിക്കാൻ പറ്റുള്ള. ഉച്ചയ്ക്ക് ശേഷം പോകണല്ലോ. എന്ത് ഭയങ്കര സന്തോഷത്തിലാണ്. ഓക്കെ അമ്മോ അമ്മോ രാവിലെ പോയി. അത് ജംഗ്ഷൻ നിന്നപ്പോഴേ എഞ്ചിനീയർ കാർ കൊണ്ട് വന്നു. അപ്പൊ എഞ്ചിനീയറിന്റെ കാർ കയറി അച്ഛൻ പോയി. പിന്നെ കുറേ ദൂരം പോയി. എന്നെ കൊണ്ടുപോകാൻ പറ്റൂലല്ലേ? അയ്യോ കുറേ ദൂരം അങ്ങ് സൈറ്റിലല്ലേ പോയത്. സൈറ്റിൽ കുറച്ച് മക്കളെ കൊണ്ടുപോകാൻ പറ്റുമോ? ബാലു എത്തിയാ? അതെ എന്താ ഈ പുതിയ സൈറ്റ് കാണാൻ പോയിട്ട്? അയ്യോ ഒരു മൊട്ട കൂന്ന് കേട്ടാ. അവിടെ വലിയൊരു വീടാണ് വെക്കണത്. പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ഏതോ വലിയ കോടീശ്വരനാണ്. എനിക്ക് തോന്നുന്നു വേനൽക്കാല വസതി ആയിരിക്കും. വേനൽക്കാല വസതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ ടൈമിൽ താമസിക്കുന്ന വീട്. ഇതിൽ എഞ്ചിനീയർക്ക് കുറെ തടയും കേട്ടാ. സ്ഥലമുണ്ട്. അയ്യോ എന്ത് രസോടെ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ എറണാകുളം കോട്ടയൊക്കെ കാണാം. ഭയങ്കര കാറ്റ്. ഞാൻ ഇഞ്ചിരി കൂടെ ഏകദേശം 1 മണിക്കൂർ അവിടെ നിന്ന് കാറ്റൊക്കെ ഉണ്ട്. നിങ്ങൾ രാവിലെ വല്ലതും കഴിച്ചായിരുന്നാ? നമ്മളെ പോണ വഴിയിലെ പഴയ ഒരു ചെറിയ ചായ കടക്കാറുണ്ട്. അവിടെ നല്ല അപ്പവും മുട്ടക്കറിയും നല്ല താറാമുട്ട റോസ്റ്റ് അത് കഴിച്ചു.
അപ്പൊ എഞ്ചിനീയറിന്റെ കൂടെ പോയ വിശേഷങ്ങൾ പറയാനാണ് എന്നെ ഇപ്പൊ വിളിച്ചത്. ഓ വിശേഷം എന്ന് പറഞ്ഞാൽ പറയാറുണ്ട്, നല്ല വിശേഷം തന്നെ. വേറെന്താ വിശേഷം? അത് നമ്മളിങ്ങനെ എഞ്ചിനീയറായിട്ട് ഇങ്ങനെ കുടുംബകാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ എഞ്ചിനീയറുടെ കുടുംബകാര്യം സംസാരിച്ച് എഞ്ചിനീയറുടെ കുടുംബത്തിലുണ്ട് കേട്ടോ ചില പ്രശ്നങ്ങളൊക്കെ. അതിപ്പോ പ്രശ്നങ്ങളില്ലാത്ത ഏത് വീടാ ഉള്ളത്? എല്ലാ വീട്ടിലും ഉണ്ട്. അതുണ്ട്. പക്ഷെ സംസാരിച്ച കൂട്ടത്തിൽ മുടിയൻ്റെ കാര്യം പറഞ്ഞു. കാരണം മുടിയെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, മുടിയന് ഇപ്പോൾ കല്യാണപ്രായമായി, അവനെങ്ങനെ കല്യാണം കഴിച്ച് അയപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു അധികം നിർത്തരുന്നൊക്കെ പറഞ്ഞു. എന്നിട്ടെന്തോന്ന് പറഞ്ഞപ്പോൾ എഞ്ചിനീയറെ ബന്ധുവിന് പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു. ഇവിടെ എറണാകുളത്തുള്ള തന്നെ എഞ്ചിനീയറുടെ വല്യമ്മയുടെ മോള് 10-21 വയസ്സ് പ്രായമുണ്ട്. അതിന് കല്യാണപ്രായം എനിക്കാണ്. അച്ഛൻ വലിച്ചിട്ടത കാര്യം പറയാച്ചാ. വലിച്ചിട്ടത കാര്യം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ കൂട്ടത്തിൽ ഈ പെൺകൊച്ചിനെ കൊണ്ട് മുടിയനെ കല്യാണം കഴിപ്പിച്ചാലോ എന്നൊരു ആഗ്രഹം. അടിപൊളി. എന്റെ കണ്ണെ തള്ളിപ്പോയടേ, ഇത്രയും വലിയ കുടുംബത്തിൽ നിന്നൊക്കെ ആലോചന പറഞ്ഞെന്ന് പറഞ്ഞു. അച്ഛൻ വേറൊരു കാര്യം, അച്ഛൻ എഞ്ചിനീയറിന്റെ അടുത്ത് നമ്മുടെ കുടുംബക്കാരെയൊക്കെ ദൂരെ കൂടെ പറഞ്ഞിട്ടില്ലേ? അപ്പോ അത്ര മോശമല്ല എന്നൊരു ചെറിയ മതിപ്പൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുടുംബത്തിനെ പറ്റി. നമ്മളൊരു ആപ്പവപ്പൻ എന്നൊക്കെ പുള്ളിക്ക് മനസ്സിലായി. അച്ഛാ കാര്യം പറയാച്ചാ, ബാക്കി എന്ത് പറഞ്ഞു നിന്നിട്ട്? കാര്യം പറയാം. എഞ്ചിനീയർ അവിടെ സൈറ്റിൽ നിന്നുകൊണ്ട് തന്നെ പെണ്ണിന്റെ വീട്ടുകാരെ വിളിച്ച് സംസാരിച്ചു. മിക്കവാറും അവിടെ തന്നെ പെണ്ണ് കാണാൻ വേണ്ടി വരും. പൊളിച്ച്. ആ എഞ്ചിനീയർ വേറെ എന്തോ കാര്യം സംസാരിക്കാൻ വേണ്ടി ആ പെണ്ണിന്റെ വീട് വരെ പോകും. അപ്പൊ ഇക്കാര്യം ഇവിടെ സംസാരിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. നീ എന്താ മിണ്ടായിരിക്കണേ? ഒന്നുമില്ല. അല്ല അപ്പൊ ഈ പെങ്കൊച്ചിന്റെ അമ്മ എഞ്ചിനീയറുടെ കസിനായിട്ട് വരും അല്ലേ? നീ പിന്നെ ഇത്ര നേരം എന്താണ് കേട്ടോണ്ടിരുന്നത്? അല്ല ഞാനിങ്ങനെ ഡൗട്ട് കൊണ്ട് ചോദിച്ചത്. അല്ലേ അങ്ങനെയല്ലേ? ആ ഇവര് കുടുംബപരമായിട്ട് അത്ര വലിയ സംഭവമൊന്നും അല്ലെങ്കിലും സാമ്പത്തികമായിട്ട് നല്ല ഇതല്ല ആൾക്കാർ. കുടുംബപരമായിട്ട് സാമ്പത്തികമായിട്ട് വലിയ ആൾക്കാർ തന്നെ. ഈ പെണ്ണിന്റെ അമ്മേരെ പേരെ തന്നെ ഏക്കർ കണക്കിന് വസ്തുവും പിന്നെ കുറെ ഇതൊക്കെ ബിസിനസ്സുകളൊക്കെ ഉണ്ട്. ഒരുപാട് ബിസിനസ് ഉണ്ട്. കല്യാണം അല്ലേ, അപ്പൊ നമുക്കൊന്ന് ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വരട്ടെ, ആലോചിക്കാം, എന്നിട്ട് സംസാരിക്കാം. സംസാരിക്കണം. പിന്നെ വാച്ചു അടുക്കള പോ. മറ്റേ അടുക്കള കുറച്ച് പണിയുണ്ട്. അച്ഛോയ് നല്ല ടീമാണെങ്കിൽ നമുക്ക് ഉടനെ സെറ്റ് ആക്കിയേക്കാം. ഇവിടെ അച്ഛൻ വിടൂ. ഇവിടെ ഇല്ലെങ്കിൽ അവിടെ അച്ഛനെ പിടിച്ച് കയറണ്ടേ? പിന്നെ അല്ല അല്ല പിന്നെ